കെ ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശത്രുതയെക്കുറിച്ചിട്ടാണ്. റൈവലറി, ഹേറ്റ്രഡ്, ഹേറ്റേഴ്സ്. എൻ്റെ ജീവിതത്തിലൊക്കെ പലപ്പോഴും മറ്റു പലരുടെയും ശത്രുതയുടെ കാരണം എനിക്കറിയില്ല. എന്തിനാണ് വേട്ടയാടപ്പെടുന്നത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ശത്രുതയെ നാലായിട്ട് തന്നിരിക്കുകയാണ്. നാലായിട്ട്. ഒന്നാമത്തെ വിഭാഗം രണ്ട് രാജ്യമായതിൻ്റെ പേരിൽ രണ്ട് മതം, രണ്ട് വർഗം, രണ്ട് തരം, രണ്ട് ഗുണം, രണ്ട് ഗണം, അതൊക്കെ ആയതിൻ്റെ പേരിൽ രണ്ട് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളോ തമ്മിലുള്ള ശത്രുത. അവിടെ നമുക്ക് ശത്രുവിനെ കാണാം. എന്താണ് എക്സാക്ട് കാരണം ഓഫ് ശത്രുത ഒരുപക്ഷെ നമുക്ക് അറിയില്ല. മറ്റു പലരെയും നമ്മൾ ഫോളോ ചെയ്യായിരിക്കും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഏതാണ്ട് തുല്യശക്തികളായിട്ടുള്ള രണ്ട് മനുഷ്യർ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സ് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ മറ്റൊരാളുടെ ഈഗോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഹർട്ട് ചെയ്യുന്നു. അപ്പോൾ അയാൾ മറ്റൊരാളുടെ മൂക്കിടിച്ച് പരത്തുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന ശത്രുത, ഈ റോട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ. മൂന്നാമത്തെ ഒരു ഗണം എന്ന് പറയുന്നത് ബന്ധങ്ങളിലുള്ള മനുഷ്യരാണ്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, ഒരു കോളേജിലുള്ളവർ, സുഹൃത്തുക്കളായവർ, ബന്ധുക്കൾ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ബന്ധങ്ങൾ, പരസ്പരം ആശ്രയിക്കുന്ന മനുഷ്യർ. പക്ഷെ ഒരു ഘട്ടത്തിൽ ഒരാൾ മറ്റൊരാളെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു, കുടിലത പ്രവർത്തിക്കുന്നു. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം ഉണ്ടാകുന്ന ശത്രുത. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നാലാമത്തെ വിഭാഗം. അവിടെ ഈ ശത്രുതയുള്ള ആളെ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പക്ഷെ മറ്റാരെങ്കിലും പറഞ്ഞൊരു കഥ കേട്ടിട്ട് അയാൾക്ക് നമ്മളോട് ശത്രുത. മാത്രമല്ല, കഴിയുന്നത്ര വേഗം അയാൾ ആ ഹേറ്റ്രഡ് പ്രചരിപ്പിക്കുകയും ചെയ്യും, ആ ശത്രുത പ്രചരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ശത്രുക്കൾ പലതരം. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുക, ക്ഷമയോടുകൂടെ കാത്തിരിക്കുക, വെയിറ്റ് ആൻഡ് വാച്ച്, പ്രതിയോഗികളെ നേരിടുക. അതുമാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയുള്ളൂ. എത്ര ഓടി ഒളിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഗുണപാഠമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.